വിജിമോളെ. ഓ ഏട്ടാ. കഴിഞ്ഞ ആ കണ്ണാടി ഇങ്ങടുത്ത് നോക്കണ്ടേ? എങ്ങനെയുണ്ട്? കൊള്ളാം. മതി. ചേട്ടന്മാരെ രണ്ടുപേരെയും കുളിപ്പിച്ച് മുടിയൊക്കെ വാരി കഴിഞ്ഞോ? രണ്ടുപേരെയും ഊട്ടിയോ? ഓ, ഭക്ഷണം കൊടുത്തു. മാഷത് എവിടെയായിരുന്നു? പങ്കജേഷനെയും കണ്ടില്ലല്ലോ. എങ്ങോട്ടാ രണ്ടുപേരും പെട്ടെന്ന് മുങ്ങിയത്? ഏട്ടന്മാര് നിങ്ങളെ തിരക്കാത്ത നേരല്ല. ഞങ്ങള് മാഷിന്റെ കാര്യം കുറച്ചു മുമ്പ് പറഞ്ഞേ ഉള്ളൂ. മാഷിനെ കണ്ട എങ്ങനെ ഇരിക്കുന്നു മോളോട് വെച്ചപ്പോ മോള് പറയാ ശിവാജി ഗണേശനെ പോലെ ഇരിക്കുന്നു. ഞങ്ങൾ എങ്ങനെയാണ് മാഷ ശിവാജി ഗണേശനെ കാണുന്നത്? കണ്ടിട്ടില്ലെങ്കിൽ എന്താ, രണ്ടുപേരും ശിവാജി ഗണേശനേക്കാൾ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആണാ? ഞങ്ങൾക്ക് കണ്ണു കണ്ടുകൂടല്ല. അത് കാരണം ഞങ്ങളുടെ അഭിനയം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ലേ ചേട്ടാ? മാഷ് കണ്ടോ? അടി എന്നടി റാക്കമ്മ പല്ലാക്ക് ഞെരുപ്പ് എന്നെഞ്ചി കുലുങ്കുതടി. ഞാൻ പറയാം ഒരു പാട്ട്. അത് പാടാമോ? മാഷ് പറ, ഏത് പാട്ടാണ് വേണ്ടത്? ഞങ്ങൾ അത് പാടിയിരിക്കും. ഇല്ലേട്ടാ? സത്യം സത്യം. ശിവം സുന്ദരം. എന്താ അതറിയില്ലേ? ഇല്ല, ഞങ്ങൾക്കത് അറിയില്ല. അഭിനയം മതിയാക്കാം. ഈ കണ്ണുകളിലുള്ള ഇരുട്ടുണ്ടല്ലോ, അതിനേക്കാൾ ഇരുളടഞ്ഞതാ നിങ്ങളുടെയൊക്കെ മനസ്സ്. അതിനകത്ത് കുഴിച്ചു മൂടിയിരിക്കുന്നതെല്ലാം പുറത്തെടുക്കേണ്ടി വരും. ചന്ദ്രു, എന്താ ഇതൊക്കെ? എന്തിനാ ഏട്ടന്മാരെങ്ങനെ വിഷമിപ്പിക്കണേ? നിന്റെ ഈ പൊന്നേട്ടന്മാരുണ്ടല്ലോ, ഇവിടെ നീ സൂക്ഷിച്ചോ. നിന്റെ കണ്ണ് കുത്തി പൊട്ടിച്ച് നിന്നെ പിച്ചക്കിരുത്താൻ ഇവര് മടിക്കില്ല. അത്രയ്ക്ക് ദുഷ്ടന്മാരാ ഇവർ. നിനക്ക് ഇവര് വാരിക്കോരി തരുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമാണ്. നിന്നെ ഇവര് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഇക്കാലം അത്ര നിന്നെ ഇവര് ദ്രോഹിക്കുകയായിരുന്നു. ഞങ്ങളുടെ മോളെ, ഞങ്ങളുടെ പൊന്നു മോളെ ഞങ്ങളുടെ ഉപദ്രവിച്ചത്. അതെ, കൈ നിറയെ പണം കിട്ടിയാൽ ആർക്ക് വേണമെങ്കിലും അവളെ വിൽക്കാനും നിങ്ങൾ മടിക്കില്ല. പോകാം, പക്ഷെ അതിനു മുമ്പ് ഇവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്. ഇവളെ നിങ്ങൾ ദ്രോഹിച്ചിട്ടില്ലെന്ന്, ഇവളോട് നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ഇവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു അനാഥ ശവമായി ഏതോ ശവപ്പറമ്പിൽ എരിഞ്ഞടങ്ങി. ഒരു പിടി ചാരം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. പകരം ഒരു നിധി പോലെ കിട്ടിയത് നിന്നെയാണ്. നിന്നെയും മാറോട് ചേർത്ത് പിടിച്ച് നിന്റെ അവകാശികളെയും തേടി. ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല, തേടാത്ത നാടില്ല. പക്ഷെ ആരെയും കണ്ടെത്താനായില്ല. പൊന്നു പോലെയല്ല നിന്നെ ഞങ്ങൾ നോക്കിയത്. നിന്നെ ഞങ്ങൾ നോവിച്ചിട്ടുണ്ടോ മോളെ? നിന്നെ ഞങ്ങൾ ദ്രോഹിച്ചിട്ടില്ല മോളെ. ഈശ്വരൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച തന്നില്ല. അതുകൊണ്ട് പറ്റിപ്പോയതാ. എന്തെങ്കിലും നിന്റെ അവകാശികളെ കണ്ടെത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല, നിമിഷങ്ങളില്ല. ഇപ്പതേ മാഷിനതറിയാം. പറ മാഷേ, ഞങ്ങളുടെ മോളെ ഞങ്ങൾ എവിടെയാ കൊണ്ടുപോകേണ്ടത്? പറ മാഷേ, ഞങ്ങൾ കൊണ്ടുപോവാം. തിരിച്ചേൽപ്പിക്കാവളെ. വേണ്ട, ഇനി ഒരു അക്ഷരം പോലും പറയണ്ട. എനിക്കങ്ങനെ ആരുമില്ല മോളെ. ഈ ഏട്ടന്മാരുടെ പെങ്ങളായിട്ടാണ് ഞാൻ ജനിച്ചത്. ഇവരല്ലാതെ എനിക്ക് ആരുമില്ല. അച്ഛനും അമ്മയും വീടും ഒന്നുമില്ല. ഇനി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്റെ കൺമുമ്പിൽ വരാൻ പാടില്ല. പൊയ്ക്കോ, ഇറങ്ങി പോവാനാ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് പണത്തിനും ഒരുപാട് ആവശ്യം വന്നപ്പോൾ ഞാൻ ഒന്നും ഓർത്തില്ല. ഒരു നാട്ടിലെ രാജകുമാരിയാണെന്ന് അറിഞ്ഞിട്ടും ഏട്ടന്മാർക്ക് വേണ്ടി തെരുവിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ച ഈ മനസ്സുണ്ടല്ലോ, അത് കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനിവിടം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുകയാണ്. വിജിക്ക് ഏട്ടന്മാരോടൊപ്പം കഴിയാം. ഒരു തടസ്സമായിട്ട് ഞാൻ ഇനി ഒരിക്കലും വരില്ല. ഞാൻ ഇന്നും ബാങ്കിൽ പോയിരുന്നു. ജപ്തി കുറച്ച് ദിവസം കൂടി നീട്ടി കിട്ടുമോയെന്നറിയാൻ.
നാളെ ഒരു ദിവസത്തെ അവധിയെ കിട്ടിയുള്ളൂ. ഇത്രയും നാള് നീ എല്ലാ കാര്യങ്ങളും അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചു. ഇനി നീ എന്താ ചെയ്യാൻ പോണേ? അതാ ഞാൻ പറഞ്ഞത്, അച്ഛനെ ആശുപത്രിയിലാക്കാം, എന്നിട്ടൊരു കൊച്ചു വീട് വാടകയ്ക്കെടുത്ത് അമ്മയും പെങ്ങളെയും കൂട്ടി താമസിക്കാം. വേണ്ട മാവ, ഭ്രാന്താശുപത്രിയിലെ സെല്ലിൽ കിടന്ന് ഉറക്കി കരയുന്നു എപ്പോഴും ആത്മഹത്യക്ക് ശ്രമിക്കുന്ന അച്ഛനെ എനിക്ക് കാണുന്നു. ഒന്നും അറിയാതെ ഞങ്ങളെയൊക്കെ അടക്കി ഭരിച്ചുകൊണ്ട് ഇപ്പം നടക്കുന്നില്ലേ, അതുപോലെ ഇനിയും എൻ്റെ അച്ഛൻ ജീവിക്കട്ടെ. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ വീട് വിട്ടിറങ്ങുമ്പം നീ അച്ഛനോട് എന്തു പറയും? ഒരുപാട് ടെക്നിക്കുകൾ ഇനിയും ബാക്കിയില്ലേ അമ്മാവ. അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛനോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകളാണ്. എനിക്ക് മാപ്പ് തരണം. ഇനി എന്നും അച്ഛൻ പറയുന്ന അനുസരിച്ച് ഞാൻ അച്ഛനോടൊപ്പം ഉണ്ടാവും. പിന്നെ എല്ലാരും റെഡി ആയിക്കോണം. നമ്മള് ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാൻ പോകണം. ഇതൊന്നും എന്റെ പ്ലാനല്ല, എല്ലാം എന്റെ മോന്റെ പ്ലാനാ. ഞാൻ അച്ഛനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഓർക്കാനാവാത്ത ഒരുപാട് തെറ്റുകൾ. കറക്റ്റ്. അതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യാനായി കുറെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണം, അനുഗ്രഹങ്ങൾ വാങ്ങണം. എന്നാലേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടൂ. ശരിയാണോ ചേട്ടാ? നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോകുന്നുണ്ടോ? ഒരുപാട്. അതുകൊണ്ട് ഉള്ള ഡ്രസ്സ് മുഴുവൻ എടുത്തോ. അമ്മേ, മോനെ, അമ്മ എന്താടാ കരയുന്നേ? അത് പിന്നെ അച്ഛനറിയില്ലേ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം വരുമ്പോ കരച്ചിൽ വരും. ആഹാ, മോൻ റൈറ്റ്. അമ്മേ വാ. ഇനി വന്നേ. ഒരുപാട് ശ്രമിച്ചിട്ടാ ഇത്രയെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയത്. മമ്മദിന്റെ കടയിൽ നിന്ന് കടം മേടിച്ചതാ. അയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പരിചയത്തിൽ. ഇനി ബാക്കി നിനക്കറിയാവില്ല എൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഒരറ്റം കഴുത്തി കെട്ടിയിരിക്കുന്നതേ ഉള്ളൂ, മറ്റേ അറ്റം എപ്പോഴാ ഉത്തരത്തിൽ കെട്ടേണ്ടി വരിക എന്നറിയില്ല. വീട് കണ്ടാൽ മനസ്സിലാവില്ല. മോനെ, ആട്ടോടെ കാശം കൊടുത്തരും. അച്ഛനിത് എവിടെ പോയി? ഒരു യാത്രയ്ക്ക് പോവില്ലടാ, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കരുതണ്ടേ? എന്തായാലേ. പിന്നെ മമ്മദിന്റെ കടയിൽ ഒരു 3300 രൂപ കൊടുക്കണം. ചെക്ക് കൊടുക്കാം. ചെക്കോ? എന്തിന്? കാശ് കൊടുക്കണോ? ആ വഴി നടക്കാൻ പറ്റാണ്ടായി. എത്രയായി? 150 രൂപയാ? താൻ ചന്ദ്രനീന്നല്ലോ വന്ന് കവലെന്നല്ലേ? 20 രൂപ തരും. ബാർഗെയിൻ ചെയ്യാതെ മോനെ. ഒന്നുമില്ലല്ലോ, അവൻ അധ്വാനിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരനല്ലേ. ഒരു 200 രൂപയും കൊടുത്തരും. എന്റെ കാർ തൽക്കാലം ഉപകരിക്കാത്ത തന്റെ ഭാഗ്യം ശീലമാക്കിയാക്കരുത്. പറഞ്ഞ പോലെ അളിയാ, എന്റെ കാർ എവിടെ? അല്ല, അത് വർക്ക്ഷോപ്പിലല്ലേ? എന്തോന്ന് വർക്ക്ഷോപ്പ്? എപ്പോ ചോദിച്ചാലും വണ്ടിക്ക് അതില്ല ഇതില്ല. അളിയാ, തനിക്കെങ്കിലും ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഉണ്ട്, പക്ഷേ കാറിന്റെ എന്തോ ഒരു ക്രാഷ് ഇപ്പോഴും കിട്ടാനില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? വേറൊരു കാർ ഏർപ്പാട് ചെയ്യണം, ടൂറിസ്റ്റ് AC. അതെ, AC കാറും ബംഗ്ലാവും ഒന്നും പാടില്ല. സാധാരണ യാത്ര, സാധാരണ ഭക്ഷണം, അതിസാധാരണമായ താമസം. അയ്യോ മോനെ, ഈ സാധാരണമായ രീതി ഒന്നും നിന്റെ അച്ഛനെ പറ്റിച്ചാൽ അറിയാൻ പാടില്ല നിനക്ക്. അളിയാ, ഇങ്ങോട്ട് വന്നേ. ഈ പോകുന്നത് പിക്നിക്കിനല്ല, തീർത്ഥയാത്രയ്ക്കാ. അപ്പോ സാധാരണ ജീവിതം നയിച്ചാലേ പറ്റൂ, എന്നാലേ പുണ്യം കിട്ടും. അപ്പോ നമ്മൾ വളരെ സാധാരണമായ രീതിയിൽ പോയെങ്കിൽ നമുക്ക് പുണ്യം കിട്ടും. അളിയൻ റൈറ്റ്. വരട്ടെ അമ്മാവ. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? നാളെ വീട് ജപ്തിയാ. പക്ഷെ ഇപ്പൊ അതിലും വലിയ വീട് എനിക്ക് കിട്ടി. മുകളിൽ ആകാശം, താഴെ ഭൂമി അല്ലേ?
ചന്ദ്രു, നിങ്ങളുടെയൊക്കെ കൂടെ കുറച്ച് ദിവസം കഴിയാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ എന്നെ തന്നെ മറന്നത്, കുറച്ച് ചിരിച്ചത്, അല്പം സന്തോഷിച്ചത് നിങ്ങളുടെ ഒപ്പം. വരട്ടെ. കെട്ടിടം പൊളിച്ചു തീരാറായി. നാളെ പണി തുടങ്ങണമെന്നും പറഞ്ഞും അച്ഛൻ തന്നെ എല്ലാത്തിനും മുന്നിൽ. അച്ഛനെയും കൂട്ടി എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ നല്ലത്. അതിന് അച്ഛൻ സമ്മതിക്കണ്ടേ? 5 ലക്ഷം രൂപ നാളെ രാവിലെ കൊടുക്കാന്ന് ഏറ്റിരിക്കുക. സാരമില്ല മാഷേ, നമുക്ക് കൊടുക്കാം. 5 അപ്പം കൊണ്ട് 5000 പേരെ കൂട്ടിയ ചരിത്രമുള്ളതല്ലേ. പിന്നെ പണ്ട് സ്നാപക യോഹന്നാൻ 5 അപ്പം കൊണ്ട് 5000 പേരുമായിട്ട് ഊട്ടി പോയപ്പോ അത് ഈ കഥയല്ല. 5 അപ്പം. ഒന്ന് പോടാപ്പ ചേട്ടൻ പറ. വെറും 5 രൂപ സംഭാവന കൊടുത്ത് ഒരു രസീത് വാങ്ങുക. എന്നിട്ട് ആ രസീതിൽ 5 രൂപ എന്നുള്ളത് 5 ലക്ഷം രൂപയാക്കുക. KSK നമ്പ്യാർ 5 ലക്ഷം രൂപ. അപ്പോ 5 ലക്ഷം രൂപയും തീർത്തു കൊടുത്തു കഴിഞ്ഞു അല്ലേ? അതെ അച്ഛാ, പണം അമ്മാവനാ കൊടുത്തു വിട്ടത്. ആ, ഞാൻ അളിയനെ ടെലഗ്രാം അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിന്ന് രാത്രി തന്നെ തൃക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകണം. ആ, ഒരു വിശേഷാൽ പൂജയും വഴിപാടും ഒക്കെ ഉണ്ട് അവിടെ. പൂജയും വഴിപാടും നടക്കട്ടെ. അയ്യോ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ എല്ലാരും കൂടി എന്റെ മെക്കിട്ടേറി എന്നാ കിട്ടാനാ? ഈ കെട്ടിടവും പൊളിച്ചിട്ട് രാഖിരാമായണ അയാൾ കടന്നുകളയുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അയാളല്ല ഇവിടെ പ്രശ്നം, അയാൾ തന്ന ഫണ്ടാണ് പ്രശ്നം. ഫണ്ടോ? ആ, എന്താ ഫണ്ട് എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? ഫണ്ട് കണ്ടിട്ടേ ഇല്ലേ? അയാളുടെ ഫണ്ടും കണ്ടിട്ടുള്ളതല്ലേ? മര്യാദയ്ക്ക് വെക്കണോ കാശ്? ശശാങ്ക, ഈ സമയത്ത് നീ കാല് പാരാതടാ. എനിക്ക് നിങ്ങളെ വിശ്വാസമല്ല. അയാൾ കാശ് തരാതെ പോയി എന്ന് പറഞ്ഞാൽ ഞാനിത് വിശ്വസിക്കില്ല. അയ്യോ, നിന്റെ അച്ഛനാണ് സത്യം. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാ. ഇതുപോലുള്ള കള്ളസത്യങ്ങൾ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ചേട്ടാ, ദേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. വെറുതെ നോക്കി നിൽക്കാതെ ചില പ്രയോഗങ്ങളോട് ചോദിക്കണം. ആരും ബഹളം വെക്കണ്ട, എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം തരാം. അയ്യോ ശശാങ്ക, ഓ, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു. കുറെ ഒഴിച്ചതല്ലേ, ഇനി സമയാകുമ്പം പറയാം. ഇപ്പൊ ആയി. അതെ, ഏ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. സ്വന്തം കാര്യം തന്നെ എന്താവും അറിയാതിരിക്കാൻ ഞാൻ. ഒന്ന് പോടോ. എന്താ ആശാനെ കാര്യം? ഒരു KSK നമ്പ്യാർ ഈ ഭാഗത്തുണ്ടെന്നറിഞ്ഞു. ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. KSK നമ്പർ ആരാ? അളിയൻ. ആരാ? അളിയൻ. അളിയനാ? എന്റെ ഭഗവതി, നീ അളിയാ. ആ. നിന്റെ അളിയൻ 5 ലക്ഷം രൂപ രൊക്കം ഇവിടെ കൊണ്ട് വെക്കാതെ നീ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അളിയൻ കാശ് കൊണ്ട് വരില്ല, കൊണ്ടുവരാൻ പറ്റില്ല. എങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കും. ഓ, ഞാൻ ഇവിടെ നിന്ന് ചെതലെടുത്ത് പോകും, അത്ര തന്നെ. അതുകൊണ്ട് യാതൊരു പ്രയോജനമോ അമ്പലത്തിനോ കമ്മിറ്റിക്കാർക്കോ ഇല്ല. എനിക്ക് 2 അപേക്ഷയുണ്ട്. എന്താ രണ്ടാമത്തെ അപേക്ഷ? എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ കൂടെ ആർക്ക് വേണേലും വരാം. അളിയനെ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അപ്പൊ ആദ്യത്തെ അപേക്ഷയോ? എന്റെ പാന്റ് ഷർട്ട് ഉങ്ങി തരണം. തൈ വേണമെന്നില്ല. എന്റെ അപേക്ഷ സ്വീകരിക്കണം. നിങ്ങളൊരു യുവ നേതാവല്ലേ, യുവതി യുവാക്കളുടെ ഹരമല്ലേ? വാസ്തവം. ദാ കണ്ടോ, ആ തല വെച്ചിരിക്കണ ഇരുപിടിക്കട്ട അല്ല നെല്ലിക്കാ കിഴിയ. ഒയ്യോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ലേശ ബുദ്ധിപരമുണ്ട്. ചങ്കെ കുത്തുന്ന വർത്താനം പറയാതെ. ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്. അങ്ങേരുടെ കയ്യിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള കാശ് പോലും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാ കൂത്തരങ്ങ് പണിയുന്നത്? ഇത് നല്ല കൂത്ത്. കൊന്നുകളയും, തല്ലിക്കൊല്ലും. എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? തന്നെ അല്ലടോ, നാട്ടുകാർ എന്നെ തല്ലിക്കൊല്ലും. നമ്പ്യാർ സാറേ, എന്നാ അങ്ങനെ ആവട്ടെ. എടോ, എടോ, ഇവിടെ വാടോ. ഞാൻ വരണോ? അവിടെ അവിടെ അവരെല്ലാം പൊളിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. ഇത് വൈഫിന്റെ ഒരു വഴിപാടാ. കിഴി വഴിപാട്. അളിയൻ ഇതിപ്പോ വന്നു. ഞാൻ വന്നിട്ട് കുറെ നേരമായി. അവിടെ അളിയൻ കൂത്തരങ്ങ് പൊളിച്ച് പണിയുന്നുണ്ട്. ഇവരെനിക്കൊരു സ്വീകരണം എന്താ? നല്ല സ്നേഹമുള്ളവരാ. സ്നേഹിച്ചാൽ ഇവരങ്ങ് തിന്നു. വെറുതെ തിന്നുകളയില്ല, ചവച്ച് ചവച്ച് അരച്ച് തിന്നും. ആ വരെ, പണിയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. ഇല്ല, ഫണ്ട് ഉണ്ടെങ്കിലേ പണി നടക്കൂ. ആ, നമ്പ്യാർ സാറേ, ഇങ്ങേരുന്ന് എവിടെ പോവുക? നമ്പ്യാർ സാറേ, നമ്പ്യാർ സാറേ, വരെ. ദേ ഇവിടെ ഒരു രഹസ്യം കൂത്തരമുണ്ട്. നമുക്ക് അതുകൂടെ അങ്ങ് പൊളിച്ചാൽ. ഒരിടത്ത് ഒരെണ്ണം പൊളിച്ചിട്ടത് പോരെ, ഇനി ഇതുകൂടെ പൊളിക്കണോ? വലിപ്പം പോരടോ, നമുക്ക് കുറച്ചുകൂടെ വലുതാക്കാം. അളിയാ, ഇതിന്റെ ആൾ ഇദ്ദേഹം അല്ല. അളിയൻ റൈറ്റ്. ആ, ഇതിന്റെ വാരേതാ? അത് താനിങ്ങ് ഇതിന്റെ വന്നേ. വാരേതാ? ഇതേ ഒരു കിഴി കൊണ്ടൊന്നും പട്ടവർത്തി എത്തുകയില്ല. ഇവിടുന്ന് ഒരു കിഴി വാങ്ങിച്ച് താൻ ഇരിക്കുത്താ, ഞാൻ അതും തലയിൽ വെച്ചോണ്ട് ഇവിടെ ഇരുന്നോളാം. കിഴിയും കൊണ്ട് ഇവിടെ ഇരുന്നാ മതിയോ? എടോ, കാശില്ലാതെ അങ്ങോട്ട് ചെന്നാൽ അവരെന്നെ തല്ലി തല്ലി കൊല്ലും. എന്നാ കിഴി ഇവിടെ കിട്ടും, അതും തലയെ വെച്ചോട്ട് ഇരുന്നാ. ആ. എടോ, എടോ,
നമ്പ്യാരുടെ അളിയാ നിക്കടോ അവിടെ. എടോ, ബീഡി ഒന്നും വലിക്കാവുന്ന ആത്മാർത്ഥമായിട്ട് പണിയെടുക്ക്. ഒന്നുമില്ലെങ്കിൽ ഇതൊരു വഴിപാടല്ലേ? എടോ എന്താ താൻ പറഞ്ഞ വഴിപാടോ? അതെ, വഴിപാട്. ഈ റോഡ് ക്ഷേത്രം വരെ ടാർ ചെയ്യാനുള്ള ഒരു വഴിപാട്. ആരുടെ? ഒരു മുതലാളിയുടെ. ഈശ്വര, ചതിച്ചോ? ചതിച്ചു. ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇല്ല. അയ്യോ എന്നാ ഈ വഴി വെട്ടിപ്പൊളിക്കല്ലേ. എന്താ കാര്യം? കാര്യമുണ്ട്. ഇതിന്റെ ഫണ്ട് വന്നിട്ടാണോ ഈ പണി തുടങ്ങിയത്? അല്ല, ഇതിന്റെ ഫണ്ട് അടുത്ത ശനിയാഴ്ച വരുമെന്നാ മുതലാളി പറഞ്ഞത്. ആ. അയാള് മുതലാളി അല്ല, ലേശം ബുദ്ധിഭ്രമമുള്ള ആളാണ്. അയാളുടെ ഫണ്ടും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ദേ, ദേ, ഇയാളെ അളിയനാ അയാള്. ആരാടാ നീ? ഞാനെങ്ങനെയാണോ നിന്റെ അളിയനാവുന്നേ? ഇയാളാരാ? ഇതാ ഞങ്ങളുടെ മുതലാളി. അയ്യോ ഈശ്വര, ഞാൻ കേട്ടു, പറഞ്ഞ- എനിക്ക് വട്ടാണെന്നല്ലേ? എനിക്ക് ഫണ്ടില്ലെന്ന് ആരാ പറഞ്ഞ? ആ നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാൻ ഇപ്പൊ വരാം. മുരുകൻ ചിട്ടി ഫണ്ട്, ലക്ഷ്മി ചിട്ടി ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹേയ്, കേട്ടു തുടങ്ങിയപ്പോഴേക്കും മേലാസകലം കോരി തരിച്ചു. ദാ. എടാ രമണ, ഓ. നമ്മുടെ ടാർ വീപ്പ് വന്നിട്ടുണ്ട്. ഉണ്ട് മുതലാളി. എന്നാ ഇവനൊന്ന് മുക്കി വിട്ടാരേ. അയ്യോ, ഇവന്റെ അയ്യോ, തലയിൽ തിളച്ച ടാറാണോ? അയ്യോ. പോടാ, പോടാ, പോടാ. ഓ, എനിക്ക് പ്രാണവേദന ഉച്ചയ്ക്ക് വീണതായ. നിനക്ക് ചിരി വരുന്നുണ്ട്. നിനക്കോ? ഏയ്. വരില്ല. ടെലഗ്രാം കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛൻ കാഞ്ഞു പോയിന്ന്. എന്നെ കൊല്ലാനായിട്ടാ വിളിച്ചു വരുത്തിയത്. ഈ കളി ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ മോനെ, ഇല്ലെങ്കിൽ ഈ ലോകം അവസാനിച്ചാലും നമ്മുടെ ഓട്ടം തീരില്ല. മണ്ണെണ്ണ തീരാറായി, ഒരു ടിന്നും കൂടി വേണം. അതും തികയും തോന്നുന്നില്ല. ഇവിടെ അടുത്ത് എണ്ണപ്പാടം വല്ലതും ഉണ്ടോ? എന്തിനാ? ഒന്ന് മുങ്ങാൻ. ഒന്ന് വേഗം തേച്ചൊരിച്ച് കളയി. 10:30 വണ്ടിക്ക് മടങ്ങി പോകാനുള്ള. അമ്മാവൻ ഇപ്പൊ തന്നെ പോണോ? ഉവ്വ്, പോയിട്ട് അമ്മായിയെ വിളിച്ചോണ്ട് വരാം. കുറച്ചു ദിവസം നിങ്ങളോടൊപ്പം താമസിക്കാം. ഇക്കണക്കിന് പോയാൽ എന്റെ വീട് ജപ്തി എന്നാണ് തോന്നുന്നത്. മണ്ണെണ്ണ, മണ്ണെണ്ണ. ഏയ്, ഒന്നും നിലയില്ല. പോയിട്ട് വരാം മക്കളെ. നിങ്ങൾ വിഷമിക്കണ്ട. ഇവനെ പോലെ നിനക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എരുതിയിൽ നിൽക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുള്ള ഈ മനസ്സുണ്ടല്ലോ, അത് ഈശ്വരൻ കാണാതിരിക്കില്ല, കാണാതിരിക്കില്ല. ഇവിടെ വന്നപ്പോ മുതൽ കാണും, എവിടെ നോക്കിയാലും കല്യാണം. തനിക്ക് കല്യാണം കഴിക്കണം. താലി, താലി. ഇനി മാല, മാല, മാല എടുക്ക്, വേഗം. റൗണ്ട് റൗണ്ട്. അയ്യോ, വേഗം വേഗം. ഇതെവിടെ ചെന്നെത്തുവോ നന്നായിരിക്കട്ടെ. അയ്യോ, മതി. ഓക്കെ ഓക്കെ. ഞങ്ങളിങ്ങനെ വെറുതെ തമാശക്ക് ഓരോ അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. എന്റെ ഏട്ടന്മാരെ വിട്ടിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ എനിക്കും കഴിയില്ല. ഇത് വെറുതെ ഒരു തമാശക്ക്. യോ കാലി വീഴ്, കാലി വീഴ്. ആ, ആ.